ഹരേ കൃഷ്ണ. നമുക്കിന്ന് പുരാണത്തിൽ നിന്നൊരു കഥ നോക്കിയാലോ? രാമായണ യുദ്ധത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന രാവണൻ ശ്രീരാമനോട് പറഞ്ഞ ചില വാക്കുകൾ. അധികാരവും അറിവും അഹങ്കാരവും നിറഞ്ഞ ഒരു ചക്രവർത്തിയുടെ ആത്മബോധങ്ങളാണ്. ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേവലം ഒരു യുദ്ധ വിജയത്തെയല്ല, മറിച്ച് ബന്ധങ്ങളുടെ കരുത്തിനെയാണ്. രാവണൻ പണ്ഡിതനായിരുന്നു. ലങ്കാപുരി സ്വർണമയമായിരുന്നു. അറിവിലും തപശക്തിയിലും അദ്ദേഹം രാമനേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല. എന്നിട്ടും രാവണൻ എന്തുകൊണ്ട് തോറ്റു? ആ ചോദ്യത്തിന് രാവണൻ തന്നെയാണ് ഉത്തരം പറയുന്നത്. രാമ, എന്റെ പരാജയത്തിന് കാരണം നിന്റെ കഴിവാണെന്ന് ഞാൻ കരുതുന്നില്ല. നീ ജയിച്ചത് നിനക്കൊപ്പം നിന്റെ സഹോദരൻ ലക്ഷ്മണൻ ഒരു വൻമരമായി നിലയുറപ്പിച്ചതുകൊണ്ടാണ്. ഞാൻ തോറ്റത് എന്റെ സഹോദരൻ വിഭീഷണൻ എനിക്കെതിരെ നിന്നതുകൊണ്ടുമാണ്. ഈ കഥ നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഐക്യമാണ് ഫലം. ഒരു മനുഷ്യന് എത്ര തന്നെ കഴിവുകൾ ഉണ്ടായാലും കൂടെ നിൽക്കാൻ വിശ്വസ്തരായ ബന്ധുക്കളില്ലെങ്കിൽ അയാൾ പരാജയപ്പെടുന്നു. ശ്രീരാമന്റെ ശക്തി ലക്ഷ്മണന്റെ നിഴൽ പോലെ കൂടെ നിന്ന സാമീപ്യമായിരുന്നു. മഴുവിന്റെ പിടിയാകരുത്. മരം മുറിക്കുന്ന മഴുവിന്റെ പിടി നിർമ്മിച്ചിരിക്കുന്നത് മരത്തടി കൊണ്ട് തന്നെയാണ്. സ്വന്തം വംശത്തെ നശിപ്പിക്കാൻ സ്വന്തം ചോര തന്നെ കാരണമാകുന്നത് എത്ര വലിയ ദുരന്തമാണെന്ന് രാവണന്റെ ജീവിതം കാട്ടിത്തരുന്നു. ഭൗതികമായ സമ്പത്തോ ശാരീരികമായ കരുത്തോ ഒരുവനെ ഉന്നതനാക്കുന്നില്ല. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവരും സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരുമാണ് യഥാർത്ഥ വിജയികൾ. നമ്മുടെ ജീവിതത്തിലും ഇത് എത്രത്തോളം പ്രസക്തമാണ്. ചുറ്റുമുള്ള ബന്ധങ്ങളെ അവഗണിച്ച് നമുക്ക് മുന്നേറാൻ കഴിയില്ല. ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുമ്പോൾ ഓർക്കുക, രാവണനെ പോലൊരു വീരൻ പോലും ബന്ധങ്ങളുടെ തണൽ നഷ്ടപ്പെട്ടപ്പോൾ വീണുപോയി. നമുക്ക് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാം, പരസ്പരം തണലായി മാറാം. കാരണം കൂടെ നിൽക്കാൻ ആളില്ലാത്തവന്റെ വിജയം പോലും തോൽവിക്ക് തുല്യമാണ്. എല്ലാവരും ഒരുമയോടെ പോകട്ടെ എന്നും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.